അമൃത് വേണി ഹെയർ എലിക്സർ പ്രസൻസ് ഡെയിലി ന്യൂസ് സായാഹ്ന വാർത്തകൾ പവേർഡ് ബൈ പുളിമൂട്ടിൽ സിൽക്സ് KSFE. വാവ്, ഇയാളുടെ മുടിക്കിപ്പോ നല്ല ഉള്ള നീളം വന്നല്ലോ. എന്റെ മുടി നോക്ക്. നീ നിന്റെ വൈറ്റമിൻ ഡി ലെവൽസ് ഒന്ന് ചെക്ക് ചെയ്യ്. വൈറ്റമിൻ ഡിയുടെയും ഈസ്ട്രോജന്റെയും കുറവാണ് മിക്ക ലേഡീസിന്റെയും ഹെയർ പ്രോബ്ലംസിന് പ്രധാന കാരണം. സ്ത്രീകളുടെ മുടി വളർച്ചയ്ക്കും ശക്തിക്കും അത്യാവശ്യമായ വൈറ്റമിൻ ഡിയാലും ഹെർബൽ ഈസ്ട്രോജനാലും സമ്പുഷ്ടമായ ആദ്യത്തെ ഹെയർ എലിക്സർ അമൃത് വേണി ഹെയർ എലിക്സർ ഫോർ വിമൻ. നമസ്കാരം, ഞാൻ ഷാജി പത്മനാഭൻ. ഡെയിലി ന്യൂസിന്റെ സായാഹ്ന വാർത്തകളിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 13 തിങ്കളാഴ്ച. CBSE 10ാം ക്ലാസ് +2 ഫലങ്ങൾ പ്രസിദ്ധീകരിച്ചു. 10ാം ക്ലാസ്സിൽ 93.60% വിജയം. കഴിഞ്ഞ വർഷം 92.12% ആയിരുന്നു. ഈ വർഷം 0.48% വർധനയുണ്ട്. മേഖലകളിൽ 99.75% തിരുവനന്തപുരമാണ് മുന്നിൽ. +2വിന് 87.98% വിജയം. കഴിഞ്ഞ വർഷത്തേക്കാൾ വിജയശതമാനത്തിൽ 0.65 വർധനവാണ് ഉണ്ടായത്. കേരളം ഉൾപ്പെടുന്ന തിരുവനന്തപുരം മേഖല 99.9% വിജയം നേടി രാജ്യത്ത് 1ാം സ്ഥാനത്തെത്തി. +1 പ്രവേശനത്തിൽ അധിക ബാച്ച് അനുവദിക്കില്ലെന്ന് ആവർത്തിച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. ബാച്ച് വർദ്ധിപ്പിക്കുന്നതിന് പരിമിതികളുണ്ട്. നിലവിൽ പ്രതിസന്ധികളില്ല. അത്തരത്തിലുള്ള പ്രചാരണം രാഷ്ട്രീയ ലക്ഷ്യത്തോടെയുള്ളതാണെന്നും മന്ത്രി വ്യക്തമാക്കി. സീറ്റ് വർധനയ്ക്ക് പകരം ബാച്ച് വർധനയാണ് വേണ്ടതെന്ന ആവശ്യം ഇപ്പോൾ പരിഗണിക്കാനാവില്ലെന്ന് മന്ത്രി വ്യക്തമാക്കി. തിരുവനന്തപുരം മുട്ടത്തറയിൽ പോലീസ് കാവലിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താൻ ശ്രമിച്ച് മോട്ടോർ വാഹന വകുപ്പ്. മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥന്റെ മകളടക്കം ടെസ്റ്റിൽ പങ്കെടുത്ത 3 അപേക്ഷകരും പരാജയപ്പെട്ടു. മുട്ടത്തറയിൽ സംയുക്ത സമരസമിതിയുടെ സമരത്തിനിടെയാണ് അപേക്ഷകരെത്തിയത്. സമരക്കാരെ ബലം പ്രയോഗിച്ച് തള്ളിമാറ്റി അപേക്ഷകരെ ഗ്രൗണ്ടിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു. ടെസ്റ്റ് പരാജയപ്പെട്ടതിന് പിന്നാലെ വാഹനത്തിന് മുന്നിൽ നിന്നുകൊണ്ട് സമരക്കാർ ആഹ്ലാദ പ്രകടനം നടത്തി. ഡ്രൈവിംഗ് ടെസ്റ്റിനെത്തിയ മകളെയും തന്നെയും തടയുകയും അസഭ്യം പറയുകയും ചെയ്തുവെന്നാരോപിച്ച് മോട്ടോർ വെഹിക്കിൾ ഗസറ്റഡ് ഓഫീസേഴ്സ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി വിനോദ് വലിയതുറ പോലീസിൽ പരാതി നൽകി. പൊന്നാനിയിൽ മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചുണ്ടായ അപകടത്തിൽ 2 മത്സ്യത്തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ കപ്പൽ ജീവനക്കാർക്കെതിരെ കേസെടുത്തു. അലക്ഷ്യമായി കപ്പലോടിച്ചതിനും ജീവഹാനി വരുത്തിയതിനുമാണ് കേസെടുത്തിരിക്കുന്നത്. മത്സ്യബന്ധന ബോട്ടിൽ കപ്പലിടിച്ചതിനെ തുടർന്ന് 2ആയി പിളർന്ന ബോട്ടിലെ 6 തൊഴിലാളികൾ കടലിൽ പെട്ടുപോയിരുന്നു. ഇവരിൽ 4 പേരെ രക്ഷപ്പെടുത്തിയെങ്കിലും 2 പേരെ കാണാതാകുകയായിരുന്നു. കാണാതായ സലാം, ഗഫൂർ എന്നിവരുടെ മൃതദേഹം പിന്നീട് നടത്തിയ തെരച്ചിലിൽ കണ്ടെത്തിയിരുന്നു. RMP നേതാവ് KS ഹരിഹരന്റെ വീട് ആക്രമിച്ചതിൽ കടുത്ത പ്രതിഷേധം രേഖപ്പെടുത്തുകയാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ വ്യക്തമാക്കി. ഹരിഹരന്റെ ഭാഗത്തുനിന്നുണ്ടായ പരാമർശം തെറ്റാണെന്ന് UDFും RMPയും വ്യക്തമാക്കിയതാണ്. പരാമർശം പിൻവലിച്ച് ഖേദം പ്രകടിപ്പിക്കണമെന്ന നിർദ്ദേശം ഹരിഹരൻ അംഗീകരിക്കുകയും ചെയ്തു. തെറ്റ് ബോധ്യപ്പെട്ട് മാപ്പ് പറഞ്ഞത് സ്വാഗതാർഹമാണ്. എന്നാൽ CPM ജില്ലാ സെക്രട്ടറി P മോഹനന്റെ പ്രസ്താവന അക്രമത്തിനുള്ള ആഹ്വാനമായിരുന്നെന്നും സതീശൻ പറഞ്ഞു. RMP നേതാവ് KS ഹരിഹരന്റെ വീട് ആക്രമിച്ചതിന് പിന്നിൽ CPM DYFI പ്രവർത്തകരെന്ന് FIR. സംഭവത്തിലെ പ്രതികൾ ആരെന്ന് ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. ഇന്നലെ വൈകിട്ടാണ് ഹരിഹരന്റെ വീടിന് നേർക്ക് ആക്രമണമുണ്ടായത്. സ്കൂട്ടറിലെത്തിയ സംഘം വീടിന് നേർക്ക് സ്ഫോടക വസ്തു എറിയുകയായിരുന്നു. ഇത് ചുറ്റുമതിലിൽ തട്ടി പൊട്ടിയതിനാലാണ് അപകടം ഒഴിവായത്. ഹരിഹരന്റെ വീടിന് നേരെയുള്ള ആക്രമണം CPM നേതൃത്വത്തിന്റെ അറിവോടെയാണെന്ന് RMP ആരോപിച്ചു. കണ്ണൂർ മോഡൽ ഇടപെടലാണ് നടന്നത്. മാപ്പുകൊണ്ട് അവസാനിക്കില്ലെന്ന് CPM ജില്ലാ സെക്രട്ടറി പറഞ്ഞതിന് പിന്നാലെയാണ് ആക്രമണം നടന്നതെന്നും RMP പറഞ്ഞു. ഒറ്റപ്പെട്ട സംഭവമല്ലെന്നും CPMനെതിരെ പറയുന്നവരുടെ വായ് അടക്കുകയാണ് അജണ്ടയെന്നും RMP കുറ്റപ്പെടുത്തി. പണ്ട് മുത്തശ്ശിയുടെ കല്യാണക്കഥ കേട്ട മുതലെയുള്ള ആഗ്രഹമാണ് അന്നത്തെ മുത്തശ്ശിയെ പോലെ എന്റെ കല്യാണത്തിന് എടുത്തൊരുങ്ങണമെന്ന്. ചില ബന്ധങ്ങൾ തുടർന്നുകൊണ്ടേയിരിക്കും. സെലിബ്രേറ്റിംഗ് 100 years of പുളിമൂട്ടിൽ സിൽക്സ്. കണ്ണൂരിലെ ചക്കരക്കല്ലിൽ റോഡരികിൽ ബോംബ് പൊട്ടിത്തെറിച്ചു. ബാവോട് ഇന്ന് പുലർച്ചെ 2 ഐസ്ക്രീം ബോംബുകളാണ് പൊട്ടിയത്. പ്രദേശത്ത് CPM BJP സംഘർഷം നിലനിൽക്കുന്നുണ്ട്. ഇന്നലെയും ഇവിടെ കൊടിതോരണങ്ങൾ കെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പ്രശ്നങ്ങളുണ്ടായിരുന്നു. ഈ സാഹചര്യത്തിലാണ് പ്രദേശത്ത് പോലീസ് പട്രോളിംഗ് ശക്തമാക്കിയത്. ഇതിനിടെയാണ് ബോംബ് സ്ഫോടനം. സംഭവത്തിൽ പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. കണ്ണൂർ സർവകലാശാല അസോസിയേറ്റ് പ്രൊഫസർ തസ്തികയിൽ പ്രിയ വർഗീസിന്റെ നിയമനം നിലനിൽക്കില്ലെന്ന് UGC. ചട്ടങ്ങൾ പാലിച്ചല്ല നിയമനമെന്ന് UGC സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം സമർപ്പിച്ചു. സർവകലാശാല നിയമനങ്ങൾക്ക് UGC ചട്ടങ്ങൾ പാലിക്കണം. സംസ്ഥാന നിയമങ്ങൾ ഇതിന് വിരുദ്ധമാണെങ്കിൽ പോലും സർക്കാരിന് കേന്ദ്ര ചട്ടങ്ങളിൽ നിന്ന് വ്യതിചലിക്കാൻ കഴിയില്ലെന്നും UGC വ്യക്തമാക്കി.
കാസർകോട്ടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തന്നെ തോൽപ്പിക്കാൻ KPCC സെക്രട്ടറി ബാലകൃഷ്ണൻ പെരിയ ശ്രമിച്ചുവെന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ തെരഞ്ഞെടുപ്പിൽ ഉദുമയിലുണ്ടായ ചില കാര്യങ്ങൾ പുറത്തുവിടുമെന്നും തനിക്കെതിരായ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിച്ചതുകൊണ്ട് രക്ഷപ്പെടില്ലെന്നും പെരിയ രക്തസാക്ഷികൾക്ക് അനുകൂലമായ പോസ്റ്റിൽ ഉറച്ചു നിൽക്കുകയാണെന്നും അദ്ദേഹം പറഞ്ഞു. വീണ്ടും ട്രെയിനിനുള്ളിൽ TTEക്ക് മർദ്ദനം. മംഗലാപുരം തിരുവനന്തപുരം മാവേലി എക്സ്പ്രസിലെ രാജസ്ഥാൻ സ്വദേശിയായ TTE വിക്രം കുമാർ മീണയ്ക്കാണ് മർദ്ദനമേറ്റത്. ടിക്കറ്റ് എടുക്കാതെ കയറിയ ആളോട് ഇത് ചോദ്യം ചെയ്തപ്പോഴുണ്ടായ തർക്കത്തിന് പിന്നാലെ മൂക്കിന് ഇടിക്കുകയായിരുന്നു. TTE ആക്രമിച്ച തിരുവനന്തപുരം കരമന സ്വദേശി S. സ്റ്റാലിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. വയനാട് ചെമ്പ്ര പീക്കിലെ സാമ്പത്തിക തിരിമറിയിൽ ഗൂഢാലോചനയുണ്ടെന്ന് CCF നിയോഗിച്ച സമിതി വ്യക്തമാക്കി. വിശദ അന്വേഷണത്തിന് ശുപാർശ ചെയ്ത് അന്വേഷണ സംഘം നോർത്തേൺ CCF KS ദീപയ്ക്ക് റിപ്പോർട്ട് കൈമാറി. ടിക്കറ്റ് വരുമാനം കൃത്യമായി ബാങ്കിൽ അടയ്ക്കാതെ തിരിമറി നടത്തിയെന്ന കേസിൽ CCF നിയോഗിച്ച സമിതി മുഴുവൻ ജീവനക്കാരുടെയും മൊഴിയെടുത്തു. 16 ലക്ഷം രൂപയുടെ തിരിമറിയാണ് നടത്തിയത്. സാമ്പത്തിക തിരിമറിയിൽ വൻ ഗൂഢാലോചന ഉണ്ടെന്നാണ് നിഗമനം. പുതുവൈപ്പ് ബീച്ചിൽ ഇന്നലെ രാവിലെയുണ്ടായ അപകടത്തിൽ ചികിത്സയിലായിരുന്ന 2 യുവാക്കൾ കൂടി മരിച്ചു. ബീച്ചിൽ കുളിക്കുന്നതിനിടെയായിരുന്നു അപകടമുണ്ടായത്. കത്രിക്കടവ് സ്വദേശി മിലൻ സെബാസ്റ്റ്യൻ, ആൽവിൻ എന്നിവരാണ് മരിച്ചത്. ഇതോടെ മരിച്ചവരുടെ എണ്ണം 3 കല്ലൂർ സ്വദേശിയായ അഭിഷേക് ഇന്നലെ മരിച്ചിരുന്നു. മറ്റ് 2 പേരും ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. കണ്ണഞ്ചിപ്പിക്കുന്ന നക്ഷത്രത്തിളക്കവുമായി KSFEയുടെ ഗാലക്സി ചിട്ടികൾ വരവായി. 100% സുരക്ഷിതത്വവും മെഗാ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഭാഗ്യം കടാക്ഷിക്കുന്നവർക്ക് ബെൻസ് കാറും ലഭിക്കുന്നു. ഒപ്പം 17 ഇന്നോവ കാറുകളും 170 ഐഫോണുകളും. ഗാലക്സി ചിട്ടി, ഇനി ആഘോഷ ചിട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ബീഹാറിലെ പാറ്റ്ന സാഹിബ് ഗുരുദ്വാര സന്ദർശിച്ചു. ആരാധനയിൽ പങ്കെടുത്ത പ്രധാനമന്ത്രി ഭക്ഷണം പാകം ചെയ്തും വിളമ്പിയും വിശ്വാസികൾക്കൊപ്പം ചേർന്നു. ലങ്കാറിൽ മോദി ചപ്പാത്തിയും കറിയും തയ്യാറാക്കുന്നതിന്റെ ദൃശ്യങ്ങൾ പ്രധാനമന്ത്രിയുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകളിലും പങ്കുവച്ചിട്ടുണ്ട്. ഇന്ത്യ സഖ്യം സർക്കാർ രൂപീകരിക്കുമെന്ന് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധി. ആദ്യ 3 ഘട്ട തെരഞ്ഞെടുപ്പുകളിൽ നിന്ന് തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിലേറുമെന്ന് വ്യക്തമായതായും രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാണിച്ചു. എല്ലാവരോടും വോട്ട് ചെയ്യാനും രാഹുൽ ആഹ്വാനം ചെയ്തു. ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിന്റെ 4ാം ഘട്ട പോളിംഗ് പുരോഗമിക്കുന്നു. ബംഗാളിൽ വോട്ടെടുപ്പിനിടെ വ്യാപക സംഘർഷം നടന്നതായി റിപ്പോർട്ടുകളുണ്ട്. കേതുഗ്രാമിൽ പ്രവർത്തകനെ ഇന്നലെ ബോംബെറിഞ്ഞ് കൊലപ്പെടുത്തിയത് CPM ആണെന്ന് തൃണമൂൽ ആരോപിച്ചു. ഉത്തർപ്രദേശിൽ കനൌജിലെ ഒരു ബൂത്തിൽ VVPATും EVM മെഷീനുമായി പൊരുത്തക്കേട് ഉണ്ടായെന്ന ആരോപണവും ഉയർന്നു. പല ബൂത്തിലും വോട്ടിംഗ് യന്ത്രങ്ങൾ കേടായതായും സമാജ്വാദി പാർട്ടി പറഞ്ഞു. രാജ്യത്തെ 96 മണ്ഡലങ്ങളിലാണ് 4ാം ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. ജയ്പൂരിലെ സ്കൂളുകളിൽ ബോംബ് ഭീഷണി. ഇമെയിൽ സന്ദേശത്തെ തുടർന്ന് 4 സ്കൂളുകളിൽ പരിശോധന നടക്കുകയാണ്. സ്കൂളുകളിൽ നിന്നും വിദ്യാർത്ഥികളെ ഒഴിപ്പിച്ചാണ് പരിശോധന നടത്തുന്നത്. ഇന്നലെ ദില്ലിയിലെ 8 ആശുപത്രികളിലേക്കും വിമാനത്താവളത്തിലേക്കും ബോംബ് ഭീഷണി സന്ദേശം എത്തിയിരുന്നു. ഇവിടങ്ങളിലേക്കും ഇമെയിൽ വഴിയാണ് സന്ദേശം എത്തിയത്. അധികൃതർ പരിശോധന നടത്തിയെങ്കിലും സംശയാസ്പദമായി ഒന്നും കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല. ഇന്ത്യ നൽകിയ യുദ്ധവിമാനങ്ങൾ പ്രവർത്തിപ്പിക്കാൻ വൈദഗ്ധ്യവും ശേഷിയുമുള്ള പൈലറ്റുമാർ മാലദ്വീപിൽ ഇല്ലെന്ന് പ്രതിരോധ മന്ത്രി ഗസാൻ മൗമൂൺ. 2 ഹെലികോപ്റ്ററുകളും ഒരു ഡോർണിയർ വിമാനവുമാണ് മാലദ്വീപിന് ഇന്ത്യ നൽകിയത്. മാലദ്വീപിൽ നിന്ന് ഇന്ത്യൻ സൈനികരെ പിൻവലിച്ചതിനെക്കുറിച്ചും പകരം ഇന്ത്യയിൽ നിന്നുള്ള വിദഗ്ധരെ നിയമിച്ചതിനെക്കുറിച്ചും മാധ്യമങ്ങളെ അറിയിക്കാൻ ശനിയാഴ്ച രാഷ്ട്രപതിയുടെ ഓഫീസിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിലാണ് ഗസൻ മൗമൂൺ ഇക്കാര്യം വ്യക്തമാക്കിയത്. ഈ വർഷത്തെ ഹജ്ജ് വാളണ്ടിയർ പ്രവർത്തനങ്ങൾക്ക് ജിദ്ദ ഹജ്ജ് വെൽഫെയർ ഫോറം മുന്നൊരുക്കം ആരംഭിച്ചു. ഇന്ത്യൻ കോൺസുലേറ്റിന്റെ ഉപദേശ നിർദ്ദേശങ്ങൾക്കനുസൃതമായി സേവന പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന്റെ ആദ്യപടിയായി കഴിഞ്ഞ ദിവസം ഷറഫിയയിൽ നേതൃസംഗമം സംഘടിപ്പിച്ചു. പുതിയ പ്രതിരോധ മന്ത്രിയെ നിയമിച്ച് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ. സാമ്പത്തിക വിദഗ്ധനും ഉപപ്രധാനമന്ത്രിയുമായ ആൻഡ്രി ബെലസോവിനെയാണ് യുദ്ധത്തിന്റെ പശ്ചാത്തലത്തിൽ പുതിയ പ്രതിരോധ മന്ത്രിയായി നിയമിച്ചത്. 2022 ഫെബ്രുവരിയിൽ യുക്രൈനെതിരെ യുദ്ധം തുടങ്ങിയ ശേഷം വരുത്തുന്ന പ്രധാന മാറ്റമാണിത്. ഇതോടുകൂടി ഡെയിലി ന്യൂസിന്റെ ഇന്നത്തെ സായാഹ്ന വാർത്തകൾ സമാപിക്കുന്നു. ഡെയിലി ന്യൂസിന് വേണ്ടി വാർത്തകൾ വായിച്ചത് ഷാജി പത്മനാഭൻ. DailyNewsLive.in വാർത്തകൾ വിരൽ തുമ്പിൽ.